ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ശ്രുതി 53 ലക്ഷം രൂപ നീലിമയുടെ അടുത്തുനിന്ന് മേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. സച്ചി രേവതി ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. പക്ഷേ അവർ രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം കാണുന്നില്ല. ശ്രുതിയും സച്ചി രേവതിയും പരസ്പരം കാണുന്നേ ഇല്ല. അവർ ഒരു വശത്തു കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോണു. 53 ലക്ഷം രൂപ കിട്ടിയ സന്തോഷത്തിൽ ആർത്തുല്ലസിച്ചാണ് അവർ പോകുന്നത്. അപ്പുറത്തെ ട്രാഫിക് ഇൻസ്പെക്ടർ വന്നു. സച്ചി രേവതിയും കൂടി അദ്ദേഹത്തിനെ കണ്ടു. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചതിന് വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാർ അത് കൊണ്ടുപോകാൻ വന്നതാണ് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾക്കിത് ശ്രദ്ധയുണ്ടായില്ല? അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല സാർ. ഇനി ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. എൻ്റെ വണ്ടി എനിക്ക് തരണം സാർ. അതിൻ്റെ ഉള്ളിൽ പൂക്കളുണ്ട്. അതൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, ഇങ്ങനെ വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ചോദിച്ചു. അറിയാം സാർ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഒരു ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയതാന്ന് പറഞ്ഞിട്ട് രേവതി പറയും, ശരി 500 രൂപ തന്നിട്ട് പൊക്കോളൂ പറയും. അപ്പോൾ 500 രൂപ പെറ്റി അടയ്ക്കണം, ഫൈൻ അടച്ചിട്ട് പൊക്കോളൂ. എന്താ നിങ്ങൾക്ക് പറ്റില്ല? എന്നാൽ നിങ്ങൾ കോടതി പോയിട്ടാണ് വണ്ടി എടുക്കണത് ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ട സാർ, വണ്ടി ഞങ്ങൾ എടുത്തോളാം, ഫൈൻ അടച്ചോളാം പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ പേഴ്സിൽ തപ്പി നോക്കിയപ്പോൾ 150 രൂപ ഉണ്ട്. ഇപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ എൻ്റെ കയ്യിൽ 150 രൂപയുണ്ട് പറഞ്ഞാൽ സച്ചിയുടെ കയ്യിൽ കൊടുക്കണോ. ബാക്കി 350 രൂപ കൊടുത്തിട്ട് സച്ചി 500 രൂപ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തിട്ട് വരും. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ രേവതി പറയാണ് സച്ചിയോട്, സച്ചിയേട്ടാ ബാക്കിൽ കയറി നമുക്ക് പോവാമെന്ന്. എവിടേക്ക് കയറണം? അപ്പോൾ എൻ്റെ വണ്ടി ആരാ കൊണ്ടുവരും? അത് ഇവിടെ ഇട്ടാൽ മതിയോ എന്ന് ചോദിക്കണം സച്ചി. അയ്യോ ഞാനതങ്ങോട്ട് മറന്നു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം സച്ചിയേട്ട എൻ്റെ ബാക്കിൽ പോരെ, ഞാൻ വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ രേവതി പറയണം. അപ്പോൾ പറയോ, ഇത്ര നേരം എന്തായിരുന്നു അവളുടെ കരച്ചിൽ, ഇപ്പം എന്താ അവളുടെ മുഖത്തുള്ള സന്തോഷം എന്നൊക്കെ പറയാണ് സച്ചി. രേവതി അങ്ങനെ ചിരിച്ചിട്ട് വണ്ടി എടുത്തിട്ട് പോകണു. സച്ചി പിന്നിലും സച്ചിയുടെ വണ്ടി എടുത്തിട്ട് പോകുന്നു. അങ്ങനെ ശ്രുതിയും കൂടി വഴിയിൽ കൂടെ നടന്നു വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ശ്രുതിക്ക് എന്താ പ്ലാൻ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ പറയണം, എത്രയും പെട്ടെന്ന് ഈ പൈസ വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും സച്ചിനെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇതാ അച്ഛൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് വീശണം. എനിക്ക് ഇത്രയും കാലം ഞാൻ സഹിച്ച അപമാനത്തിനും നീ സഹിച്ച നാണക്കേടിനൊക്കെ ഒരു അറുതി വേണമെന്ന് പറയണം. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ദൈവം നമുക്ക് തലച്ചോറ് തന്നിക്കുന്നത് എന്തിനാണെന്നറിയാം? ചിന്തിക്കാനാണ്. ശ്രുതി ഇപ്പോൾ സഹിച്ച അപമാനവും എനിക്കുള്ള നാണക്കേടൊന്നും ഞാനൊരു വിഷയമായിട്ട് കണക്കാക്കണേലേ പറയാണ്. അപ്പോൾ പിന്നെ എന്താ ശ്രുതി നീ ഉദ്ദേശിക്കുന്നത് നോക്കുമ്പോൾ, ഈ പൈസ കിട്ടിയ കാര്യം തൽക്കാലം നമ്മൾ വീട്ടിൽ പറയണ ശ്രുതി. അപ്പോൾ അതെന്ത് പണിയാണ് ശ്രുതി, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ പറയണേ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിന്നാൽ മതി. ഇപ്പോൾ ഈ പൈസ കൊണ്ട് നമ്മൾ ശ്രുതിക്ക് പോകാനുള്ള വിസ റെഡിയാക്കണം. നമ്മൾ ശ്രുതി കാനഡയിൽ പോകുന്നു. അവിടെ പോയി ജോലിയൊക്കെ എടുത്തിട്ട് അവിടെ ജോലി കിട്ടുന്നവരേക്ക് ചിലവിനും ബാക്കി പൈസ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് കുറച്ചീശയായിട്ട് നമ്മൾ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ആ കടം വീട്ടുന്നു. അപ്പോൾ രണ്ട് കൂട്ടർക്കും കുഴപ്പമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രുതി, അത് ശരിയാ ശ്രുതി, നിനക്ക് നല്ല ബുദ്ധിയാണ്. നിന്നെപ്പോലെ ഒരു ഭാര്യ കിട്ടിയത് എൻ്റെ ഭാഗ്യ ശ്രുതി. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി നമ്മൾ ഇതിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ ശ്രുതിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവർ വിസയുടെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോകുന്നു. ജോബ് കാര്യം പറഞ്ഞു വെച്ചിട്ടുള്ള ഓഫീസിലേക്ക് പോയിട്ട് വിസയുടെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയണു, അയ്യോ അത് ഓൾറെഡി ഒരാൾ അതിൽ കയറിപ്പോലെ, ഞങ്ങൾക്ക് അർജൻറ്റ് ജോബ് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉഴപ്പണ പോലെയാണ് സംസാരിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്ത കാരണം ഞങ്ങൾ വേറെ ആൾ അർജൻറ്റായിട്ട് റെഡി ക്യാഷ് കൊണ്ട് വന്നു. അപ്പോൾ ആ വിസ ഞങ്ങൾ ആൾക്ക് കൊടുത്തു. ആൾ ഇന്നലെ പോവും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? ഞങ്ങൾ പറഞ്ഞതല്ലേ ക്യാഷ് കൊണ്ട് വരാമെന്ന് പറഞ്ഞതല്ലേ ചോദിക്കാനാണ് ശ്രുതി. പക്ഷേ എന്താ ചെയ്യുക മാഡം, ഞങ്ങൾക്കത് കൊടുത്തേ പറ്റുള്ളായിരുന്നു. സാരമില്ല, ഇനി അടുത്ത ജോബ് വേക്കൻ്റ് വരുമ്പോൾ നമുക്ക് പറയാമല്ലോ എന്ന് പറയണം. ശരി പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങണോ. ഇനി എന്താ ചെയ്യുക ശ്രുതി എന്ന് ചോദിക്കണേ. എനിക്കൊരു ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ ഭാഗ്യമില്ലാത്ത കുറേ പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയണു ശ്രുതി. അപ്പോൾ ശ്രുതി പറയണ, ശ്രുതി എന്ത് പറയണേ, ഈ 53 ലക്ഷം രൂപ കയ്യിലുണ്ടായിട്ട് ഭാഗ്യമില്ലാത്തവനെന്ന് പറയാൻ നാണല്ലേ ശ്രുതിക്ക്? ഈ 53 ലക്ഷം ഇല്ലേ ശ്രുതി, ഒരു കാര്യം ചെയ്യേ, 53 ലക്ഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വീട്ടിൽ പറയണ്ട. ഈ പൈസ കിട്ടിയേക്കണ കാര്യം വീട്ടിൽ സംസാരിക്കാതെ ഈ പൈസ എടുത്ത് ശ്രുതി ഒരു ബിസിനസ് തുടങ്ങാൻ പറയാണ്. ബിസിനസ് തുടങ്ങാനിട്ട് അതിന് ലാഭം കിട്ടുമ്പോൾ അങ്കിളിന് പൈസ കൊടുക്കാമല്ലോ. പൈസ കിട്ടിയ കാര്യം പറയണം. അപ്പോൾ ഈ പൈസ ബിസിനസ് തുടങ്ങാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതെൻ്റെ അച്ഛൻ അയച്ചു തന്നതാന്ന് പറയാണ്. അതിന് നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ, ആ ജയിലിലായിക്കോട്ടെ, അത് അച്ഛൻ്റെ കൂട്ടുകാരൻ വഴി അയച്ചു തന്നാന്ന് പറയണം. ഞാൻ പറഞ്ഞോളാം ശ്രുതി, എൻ്റെ കൂടെ നിന്നാൽ മതി. അപ്പോൾ 50 ലക്ഷം അയച്ചു തന്നു എന്ന് പറയണ്ട, 25 ലക്ഷം അയച്ചു തന്നു, ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനി അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രുതി പറഞ്ഞാൽ മതി പറയണം ശ്രുതി. അങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒപ്പിച്ച് അവർ വീട്ടിൽ വരുന്നു. അമ്മ അച്ഛ എല്ലാവരും വായോ പറയണം. അപ്പോൾ എല്ലാവർക്കുള്ള ഡ്രസ്സ് കൊടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തൊരു സന്തോഷ വാർത്തയുണ്ട് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയാം. ആ സന്തോഷം ഉണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് പറയുമ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയും, ശ്രുതിയുടെ അച്ഛൻ എനിക്ക് 25 ലക്ഷം രൂപ തന്നു പറയണം. 25 ലക്ഷം രൂപ ശ്രുതിയുടെ അച്ഛൻ തന്നോ? അപ്പോൾ ചന്ദ്രമതി പറയണം, ശ്രുതി നിന്നെ കൊണ്ട് പരിഹാരകർമ്മം ചെയ്യിപ്പിച്ചതിന് ഇപ്പോൾ ഫലം ഉണ്ടായില്ലേ, കണ്ടില്ലേ, അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേ? അപ്പോൾ ശ്രുതി പറയണം, അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് പൈസ തന്നെ ചോദിക്കുകയാണ്.
അപ്പോൾ ശ്രുതി പറയാണ് അച്ഛൻ ഇളയച്ചൻ തന്നതാന്ന് പറയാണ്. അപ്പോൾ സച്ചി അവിടെ വന്നിട്ട് ചോദിക്കുക, ഇളയച്ചൻ എങ്ങനെ പൈസ തരണേ? ഇളയച്ചൻ പറഞ്ഞത് ഇളയച്ചൻ ഇനി മലേഷ്യക്ക് പോകണില്ല എന്നല്ലേ പറഞ്ഞത്, ഉത്തരേന്ത്യയിൽ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇളയച്ചൻ പൈസ തരണേ ചോദിക്കണം. അത് ഇളയച്ചൻ്റെ കയ്യിൽ, അപ്പോൾ ഇളയച്ചൻ ഒന്നുമില്ലാതെ അവിടെ നിന്ന് ഓടിപ്പോന്നതാന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ ഇളയച്ചൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും? ഇതിൽ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടല്ലോ പറയാണ് സച്ചി ശ്രുതിയോട്. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ശ്രുതി പറയണേ, ഇളയച്ചൻ്റെ അത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരെ ഇളയച്ചനെ അയച്ചു കൊടുത്തില്ല, ഇളയച്ചൻ തന്നത്, എന്തായാലും പൈസ കിട്ടിയില്ലേ, നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ പറയാണ് അതെങ്ങനെ ഇളയച്ചൻ്റെ കൂട്ടുകാരൻ തരും, ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ശരി, എന്തായാലും പൈസ കിട്ടിയാലും സന്തോഷം, നീ ആ പൈസ അച്ഛനെ ഏൽപ്പിക്കുക പറയണം ശ്രുതിയോട് സച്ചി. അതെന്തിനാ ഞാൻ അച്ഛനെ ഏൽപ്പിക്കണം? അച്ഛൻ്റെ അടുത്ത് നിന്ന് 50 ലക്ഷം മേടിച്ച് ഓടിപ്പോയനല്ലേ നീയെ, അപ്പോൾ ആ 50 ലക്ഷം അച്ഛന് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത അച്ഛൻ്റെ മാത്രമല്ല ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്തപ്പെട്ട കാശല്ല, അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ. ശ്രീകാന്ത് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണം, നീ പറയടാ പൈസ അച്ഛനെ ഏൽപ്പിക്കാൻ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അത് സുധിയേട്ടൻ്റെ അങ്കിൾ കൊടുത്തതല്ലേ സച്ചിയേട്ടാ, അത് നമ്മളെന്തിനാ അതിൽ അവകാശം പറയണമെന്ന് ചോദിക്കണം. അപ്പോൾ ചന്ദ്ര പറയും, നീ മിണ്ടാതിരുന്നേ, അത് അവന് കിട്ടിയിട്ടുള്ള പൈസ അവരെന്താ അച്ഛൻ ചെയ്തോട്ടെ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം, അതൊന്നും പറ്റില്ല, ഞാൻ സംസാരിക്കുന്നത് അച്ഛന് വേണ്ടിയിട്ടാണ്. എന്താ രേവതി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചോദിക്കണം. അപ്പോൾ രേവതി പറഞ്ഞു, ആ ശരിയാണ്, സച്ചിയേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി രേവതിയോട് തിരിഞ്ഞിട്ട്, നീ എന്താ അവനെ സ്ക്രൂ കയറ്റി കൊടുത്തിട്ട് നീ വഴക്കുണ്ടാക്കാൻ നിൽക്കണമെന്ന് ചോദിക്കണം. അപ്പോൾ രേവതി പറയും, അമ്മ എന്നോട് തട്ടിക്കരണ്ട, സച്ചിയേട്ടൻ പറഞ്ഞാൽ എന്താ തെറ്റ്, ശരിയല്ല സച്ചിയേട്ടൻ പറഞ്ഞാൽ എന്താ ന്യായല്ലേ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ ശ്രുതി ഇപ്പോൾ എന്താ ചെയ്യേണ്ട, 25 ലക്ഷം രൂപ അച്ഛനെ ഏൽപ്പിക്കുക, ശ്രുതിയോട് പറയണത് 25 ലക്ഷം രൂപ അച്ഛനെ ഏൽപ്പിക്കുക, ബാക്കി 25 ലക്ഷം നീ എന്ന് തരുമെന്ന് പറയാമെന്ന് പറയാണ് സച്ചി. അങ്ങനെ അവിടെയും ഇവർ ഉത്തരം മുട്ടി നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ടിട്ട് എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എപ്പിസോഡ് നാളെ ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.